കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഐ ഹോപ്പ് യു ആർ ഹാവിങ് എ ബ്ലെസ്ഡ് വീക്ക്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളുടെ ടി വി പ്രോഗ്രാമുകളും ഞങ്ങളുടെ വെബ് ടി വിയും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ വുഡ് ലൈക്ക് ഓൾ ഓഫ് യു ടു മീറ്റ് മൈ ഡിയർ ഫ്രണ്ട് അഭിജിത്ത്. അഭിജിത്ത് ആണെങ്കിൽ ഇപ്പോൾ തിരുവല്ല ചർച്ചിലാണുള്ളത്. അവിടെ ശുശ്രൂഷ യൂത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ അഭിജിത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, BSc കെമിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിജിത്ത് എങ്ങനെയാണ് വന്നത്? ഹെവൻലി ഫീസ്റ്റിലേക്ക് എങ്ങനെയാണ് വന്നത്? യേശുവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അതൊന്ന് പറയാമോ? നമ്മൾ കാണുന്നവർക്കും എല്ലാം അത് കാണാനും കേൾക്കാനും ഇൻട്രസ്റ്റ്, അതും അവരുടെ ജീവിതത്തിൽ വലിയൊരു മോട്ടിവേഷൻ. ആമേൻ. ഞാൻ യേശുവിലേക്ക് വന്നത് ശരിക്കും എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടാണ് കർത്താവിലേക്ക് വന്നത്. ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടതിൽ നിന്ന് വരികയല്ലായിരുന്നു, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയത്. ശരിക്കും എൻ്റെ 4th വരെ ഞാൻ നല്ല എബവ് ആവറേജ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. 4th സ്റ്റാൻഡേർഡ് വരെ. അപ്പം ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം 19. ഓക്കെ. അപ്പം 4th സ്റ്റാൻഡേർഡ് വരെ എബവ് ആവറേജ് ആയിട്ട് നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. നാഷണൽ ലെവലിലൊക്കെ എനിക്ക് എക്സാമിന് എല്ലാം റാങ്ക് ആയിരുന്നു. ശരിക്കും? റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു? അതെ. നമ്മളിപ്പോൾ ഇരുന്നല്ലോ കേട്ടോ. അപ്പം അങ്ങനെ ആയിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ 5th എൻ്റെ സ്കൂൾ ചേഞ്ച് ചെയ്തു. 4th വരെ ഉള്ളായിരുന്നു ഞാൻ ആദ്യം പഠിച്ച സ്കൂള്. തിരുവല്ലയിൽ തന്നെയാണ് പഠിച്ചത്. 5th എൻ്റെ സ്കൂൾ ചേഞ്ച് ചെയ്തു. ആ 5th കയറിയപ്പോൾ തന്നെ എനിക്കൊരു ചേഞ്ച് ഫീൽ ചെയ്തു. എൻ്റെ സ്റ്റഡീസിലാണേലും എൻ്റെ ലൈഫിലാണേലും എല്ലാം ഒരു ചേഞ്ച് ഫീൽ ചെയ്തു. ഫ്രണ്ട്സ് കൂടുതലായി. എൻ്റെ 5th വന്നപ്പോഴത്തേക്ക് ഇച്ചിരിയുടെ ഫ്രീഡം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഫ്രീഡം ഫീൽ ചെയ്തു. ഫ്രണ്ട്സൊക്കെ പക്ക ഫ്രണ്ട്ലി ആയി. ഭയങ്കര നമുക്ക് എന്ത് ഷെയർ ചെയ്യാം, എന്ത് കാര്യങ്ങൾ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വരെ നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഊഹിക്കാമല്ലോ. അപ്പം ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരുപാട് പഠിത്തത്തെക്കാട്ടിലും കൂടുതൽ മറ്റു പല കാര്യങ്ങളായി. അങ്ങനെ ആയിരുന്നു. അപ്പോൾ പഠിത്തത്തിൽ നോർമലി ഉഴപ്പായി. പിന്നെ അതുവരെ നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ 5th വന്നപ്പോഴത്തേക്കും നല്ലോണം ഉഴപ്പായി. ടീച്ചേഴ്സിനെല്ലാം ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് വരുന്നത്. ഞങ്ങളുടെ ക്ലാസ് വരുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് പറയുന്നത് ഇന്ന് ഇവിടെ പീരീഡ് ഉള്ളത് ഓർത്ത് ഞാൻ ഇന്ന് വരാതിരുന്നാലോ എന്ന് ആലോചിച്ചെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അത്ര നല്ല ക്ലാസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് 5ാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ സബ്ജക്ട്സിന് ഞാൻ ഫെയിൽ ചെയ്തു. എൻ്റെ മെയിൻ എക്സാംസിന് മാത്സിന് ഞാൻ ഫെയിലായി. 5ാം ക്ലാസ്സിൽ എൻ്റെ 5th സ്റ്റാൻഡേർഡിൽ മാത്സിൻ്റെ മാർക്ക് കണക്കായി. കണക്ക് വിഷയം കണക്കായിരുന്നു. ഞാൻ ഒരു ഡിപ്രഷനായി, അങ്ങനെ ഒരു വിഷമത്തിലേക്ക് പോയി. കാരണം അത്ര നാളും ഈ പറയുന്ന നല്ലപോലെ പഠിച്ചു നിന്ന് അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എല്ലാം ഫെയിലായി. വീട്ടുകാരെല്ലാം അറിയും. വീട്ടുകാർ മാത്രമല്ല, നമുക്ക് ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം മോൻ എന്നാ മാർക്കുണ്ട്, സെറ്റപ്പ് ഉണ്ടല്ലോ. അതെ. നേരത്തെ പഠിച്ച സ്കൂളിൽ അറിയും. അത് ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നു. കാരണം അവര് എങ്ങനെ കൊണ്ടു നടന്നതെന്ന് നമുക്ക് അറിയാമല്ലോ. അവര് റെഫർ ചെയ്തൊക്കെ ഭയങ്കര ഒരു ഹൈ ഡിഗ്രിയിലാണ് റെഫർ ചെയ്തു എല്ലാം ഒരു സ്കൂളിലോട്ട്. പക്ഷെ അവരുടെ വില തന്നെ കളയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനും. പിന്നെ ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, മൊത്തം ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ക്ലാസ്സിൽ പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു അലേർട്ട് ഫീൽ ചെയ്തു. നമ്മളെ കൂടെ ടീച്ചർ പൊക്കിയാലോ എന്ന് പറഞ്ഞ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നോട്ടം മൊത്തം വരുന്ന അധ്യാപകരെല്ലാം നോട്ടം മൊത്തം എന്റെ കൊണ്ടൊക്കെണ്ടാവും. മനസ്സിലായി? അപ്പം എന്ന് വെച്ചാൽ അതെ നമ്മൾ ഒരു ഏത് ബെഞ്ചിൽ ഇരുന്നാലും നമ്മളെ നോക്കുന്നത്. അപ്പം നമ്മുടെ അടുത്തിരുന്നവരെ ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിക്കും എന്നുള്ളൊരു ഫീലിംഗ് ഫ്രണ്ട്സിനും ഉണ്ടായി തുടങ്ങി. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ, നല്ലപോലെ ഇരുന്ന ഒരു പയ്യൻ ഈ പറയുന്ന എല്ലാവരുടെയും ആദ്യമേ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു പഠിത്തത്തിന്റെ കാര്യത്തിൽ. ഇപ്പൊ ആണെങ്കിൽ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീണ്ടും പോസ്റ്റ് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും സെന്ററായി സബ്ജക്ട്സിന് തോക്കാൻ തുടങ്ങി. പയ്യെ ആ ഒരു ചെറിയ വിഷമത്തിലേക്ക് വന്നു. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഒരു ഹൈ ഡിഗ്രി ഓഫ് ഡിപ്രഷൻ ആയിരുന്നു അത്. ശരിക്കും എനിക്ക് സ്കൂളിലോട്ട് പോകണ്ട, എനിക്ക് വീട്ടിലോട്ട് വരണ്ട, അങ്ങനെ വിഷമത്തില്ല. ഫ്രണ്ട്സ് ഒന്നും നമ്മുടെ കൂടെ ഇല്ല, പിന്നെ ഒന്നും ഷെയർ ചെയ്യാനായിട്ടില്ല. വരുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അങ്ങ് മാറാനായിട്ട് നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടീച്ചേഴ്സിന് വേണ്ട, ടീച്ചേഴ്സിന് ഇഷ്ടമല്ല ചെല്ലുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴത്തെ എൻ്റെ ടീച്ചേഴ്സ് എല്ലാം പോയി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു ഇവനെ ഇനിയും പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പൾ ഒരു ദിവസം ഞാനിങ്ങനെ ക്ലാസ് ഇരിക്കുമ്പോൾ നോട്ടീസ് വന്നു. അഭിജിത്തിനെ പ്രിൻസിപ്പൽ റൂമിലേക്ക് വിളിക്കുന്നു.
ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പൾ സ്റ്റാഫ് റൂമിൻ്റെ നടുക്ക് നിൽപ്പുണ്ട്. റൂമിലായതുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ലായിരുന്നു, കാരണം പ്രിൻസിപ്പളിൻ്റെ വായിലിരിക്കുന്നത് മാത്രം കേട്ടാൽ മതിയല്ലോ. അപ്പോൾ സ്റ്റാഫ് റൂമിൽ എല്ലാവരും ഒരു ബുക്കൊക്കെ എടുത്തോണ്ട് ഞാൻ പോയത്, കാരണം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് പോയത്. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ എത്ര അലമ്പാണേലും അത് മറ്റുള്ളവരെ കാണിക്കരുത്, അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പം നമ്മളെ പറ്റി മറ്റാരും അങ്ങനെ ഇമേജ് കളയരുതല്ലോ, വേറെ ക്ലാസ്സിലെ പിള്ളേർക്ക് ഇമേജ് കളയരുത്, കാരണം അങ്ങനെയാണ്. ചെന്നു സ്റ്റാഫ് റൂമിൻ്റെ അവിടെ ചെന്നപ്പം നടുക്ക് സ്റ്റാഫ് റൂമിൻ്റെ സെൻറ്ററിൽ പ്രിൻസിപ്പൾ ഇരിപ്പുണ്ട്. ചുറ്റും ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് എങ്ങനെയാണോ ഒരു സെൻറ്ററായിട്ട് നിൽക്കുന്നത്, സണ്ണ് എങ്ങനെയാണോ ഒരു സെൻറ്ററായിട്ട് നിൽക്കുന്നത്, അതിന് ചുറ്റും പ്ലാനറ്റ്സ് ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്, അതുപോലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നോട്ടം കണ്ടാൽ നമ്മൾ ശരിക്കും രണ്ടുപേരെ കൊന്ന പോലെ നിൽക്കുന്നത്. അയ്യോ ഭയങ്കരമായിരുന്നു. അപ്പം അങ്ങനെ ഒരു നോട്ടം ഇടയ്ക്ക് എന്നിട്ട് പ്രിൻസിപ്പൾ എൻ്റെ അടുത്തോട്ട് ഒന്ന് ചിരിച്ചോണ്ടാണ് വരുന്നത്, നിനക്ക് തരാൻ ഇതിലും വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോഴും എന്നെ കാണിക്കുന്നില്ല, കൈ ഇങ്ങനെ ബാക്കി വെച്ചേക്കുക. അപ്പോൾ എന്നെ കാണിക്കുന്നില്ല, നിനക്ക് തരാൻ ഇതിലും വലിയൊരു ഗിഫ്റ്റ് എൻ്റെ കയ്യിലില്ല. എന്നിട്ട് പ്രിൻസിപ്പൾ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ TC-യാ, ഇതും കൊണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഇത് എത്രാം ക്ലാസ്സിലാണ്? എൻ്റെ 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ TC കിട്ടിയ വ്യക്തിയാട്ടോ, നമുക്ക് കൈയടിച്ചിട്ട്. അതെ അതെ, അത്രയ്ക്ക് വലിയ സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ TC. അപ്പോൾ ഞാൻ കരഞ്ഞു അവിടെ നിന്ന്, കാരണം നമ്മൾ നാണം കേട്ടല്ലോ, ഇത്ര ഇരിക്കുന്ന ടീച്ചേഴ്സ് ഇങ്ങനെ ചുറ്റും നിൽക്കുന്നു, ചില പഠിപ്പിസ്റ്റ് പിള്ളേർ അവിടെ ഡൗട്ട് ചോദിക്കാൻ നിൽക്കുന്നു. അതാണ് എനിക്ക് വലിയ വിഷമം. പഠിപ്പിസ്റ്റ് പിള്ളേർ ഡൗട്ട് ചോദിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ അവർക്കും പലതും ഫെയിൽറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും അവർ പ്രിൻസിപ്പൾ ഒന്ന് TC ഉള്ളൂ, ഇനി ഇതിനെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിക്കണ്ട, കാരണം അവരുടെ സ്കൂളിൻ്റെ ഇമേജ് പോവും. അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ, എന്നെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൻ്റെ ഇമേജ് പോകുന്നുള്ള രീതിയിലായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നപ്പോൾ അതെ എങ്ങനെയാ പിന്നെ ഹെവൻലി ഫീസ്റ്റിൽ ഞാൻ വന്നത്? അത് കഴിഞ്ഞ് എൻ്റെ ടീച്ചർ പോയി റിക്വസ്റ്റ് ചെയ്തു അവൻ്റെ TC ക്യാൻസൽ ചെയ്യണം, കാരണം ടീച്ചറിന് നാണക്കേടാണ് അവരുടെ ക്ലാസ്സിൽ നിന്ന് ഒരാളിങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് വീട്ടിലെല്ലാം ഭയങ്കര വിഷമമായി. അമ്മയാണ് ആദ്യമായിട്ട് ഇങ്ങനെ വിശ്വാസത്തിൽ വരുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആൻറ്റി പറഞ്ഞിട്ട്, ആൻറ്റി ഹെവൻലി ഫീസിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അപ്പോൾ ആൻറ്റി പറഞ്ഞിട്ട് അമ്മയാണ് ആദ്യമായിട്ട് ഹെവൻലി ഫീസ് വരുന്നത്. അമ്മ എന്നോട് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമില്ലായിരുന്നു മീറ്റിങ്സിനൊന്നും പോകാനായിട്ട്. ഇതെനിക്ക് കൈയടിച്ച് ആരാധിക്കുന്നത് അങ്ങനെയുള്ള ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ളവരെ ഇഷ്ടമില്ലായിരുന്നു. നമുക്ക് ഇങ്ങനെ ചുമ്മാ അലമ്പി പോകണം, പൊളിച്ച് പോകണം, ഫ്രണ്ട്സ് ഇങ്ങനെ നിൽക്കണം, നമ്മളിങ്ങനെ അലമ്പി പോകണം, അവിടെ കുറേ നേരം ഇരിക്കാൻ പാടില്ല, ഇങ്ങനെ ആരാധിക്കാൻ, അങ്ങനെയുള്ള വചനം കേൾക്കുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. അതെ, അപ്പം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ നമ്മളിങ്ങനെ കാണിക്കണം, നമ്മളിങ്ങനെ ചെയ്യണം, അങ്ങനൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പം അമ്മ എന്നോട് ഇത് പറഞ്ഞപ്പം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പോകാൻ. പിന്നെ എന്നെ നിർബന്ധിച്ച് തള്ളിക്കൊണ്ടുപോയി മീറ്റിങ്സിൽ. അപ്പം ഞാൻ അവിടെ മീറ്റിംഗ് ചെല്ലുമ്പോൾ സ്റ്റേജ് ഉണ്ട്, എല്ലാവരും നിൽക്കുന്നു, ആരാധിക്കുന്നു, കൈയടിക്കുന്നു, എനിക്ക് ഒന്നും തോന്നിയില്ല. ഞാൻ ചെന്നു ബാക്കിലിരുന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡുണ്ട്, അത് വേറെ ഒന്നും എൻ്റെ തിരുവല്ലയിലാണ് പോയത്. അപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡുണ്ട്, കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. എനിക്ക് കർത്താവ് ആരാന്ന് അറിയത്തില്ല. അപ്പം കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിനെ ഒന്ന് എക്സ്പീരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ ആസ് എ ഫ്രണ്ട് ഹീ വിൽ ബി വിത്ത് യു. അങ്ങനെ ആ ഒരു വേർഡാണ് ഞാൻ കേട്ടത്. വേറെ ഒന്നും ഞാൻ അവിടെ അതിന് മുമ്പും പിമ്പും പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല ഒന്നും. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പം ഒരിക്കലും യേശുവിനെ നമ്മുടെ ജീവിതത്തിലോ വേറൊരാളുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാൻ കർത്താവിന് ഒരു താല്പര്യമില്ല. ബൈബിളിൽ വരെ പറയുന്നത് ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ് എന്നാണ്. ഞാനിപ്പോൾ കാണുന്നവരോട് പറയട്ടെ, ഇത് നമ്മൾ എങ്ങനെയാണ് യേശുവിനെ ഉപയോഗിക്കുന്നതെന്ന് പോലെ ഇരിക്കും. നമ്മൾ വെറും ഒരു ഞായറാഴ്ച സർവീസ് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി മാത്രം കർത്താവിനെ ഒരിക്കലും ഒതുക്കി കളയരുത്. കർത്താവ് എന്ന് പറയുന്നത് ഹീ ഈസ് സമ്മൺ ഹൂ ക്യാൻ ഹെൽപ്പ് us ഇൻ എ ഡേ ടു ഡേ ലൈഫ്. എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഡേ നമ്മുടെ ഇപ്പോൾ ചില സമയത്ത് തോന്നാറില്ലേ, രാവിലെ എണീറ്റ് കഴിയുമ്പം ഈ പറഞ്ഞ ആ ഒരു ദിവസം മൊത്തം ഭയങ്കര എനർജി ആയിരിക്കും. രാവിലെ എണീറ്റു, നമ്മൾ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം നടക്കുന്നു. അപ്പം നമ്മൾ തിരിച്ചന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഉയ്യോ ഇന്നത്തെ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നല്ലോ എന്നൊരു തോന്നൽ വരുമല്ലോ ചില ദിവസങ്ങൾ. യേശുവിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും അതുപോലെ തന്നെ ആകാൻ. നമുക്ക് എന്തേലും ഇപ്പം എനിക്കാണെങ്കിൽ ഐ വാസ് എ വെരി ആവറേജ് സ്റ്റുഡൻറ്റ്. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 9ാം ക്ലാസ്സിലൊക്കെ ഭയങ്കര പഠിപ്പിക്കാനൊക്കെ ഉഴപ്പൊക്കെ ആയിരുന്നു. പക്ഷേ കർത്താവ് അനുഭവിച്ച് എനിക്ക് ഞാനിപ്പം MBA ഒക്കെ കർത്താവ് അവിടെ എനിക്ക് എൻ്റെ ഡിഗ്രി BA ഓണേഴ്സും കൊണ്ട് പാസ്സായി, MBAയും നല്ല മാർക്കോടെ പാസ്സായി. അപ്പം ഐ നോ മൈ കപ്പാസിറ്റി. ഇപ്പം ഐ ആം എ വെരി ആവറേജ് സ്റ്റുഡൻറ്റ് കേട്ടോ. ഞാൻ ഈ പറയുന്ന വലിയ പഠിത്തിസ്റ്റ് സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷേ കർത്താവ് ഉണ്ടായിരുന്നോണ്ട് ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു 10-15 ദിവസം മുന്നേ അങ്ങനെ ഇരിക്കുന്ന ഒരു ശീലത്തിൽ അങ്ങനെ തുടങ്ങുന്നത് നല്ലത് കേട്ടോ. ഏറ്റവും അവസാന നിമിഷം ഇരുന്ന് പഠിക്കുന്നത് ഭയങ്കര ഹെക്റ്റിക്കാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഏറ്റവും അവസാനം, കാരണം അതുവരെ കളിച്ച് തിരിച്ച് നടന്ന് ഏറ്റവും അവസാനം കർത്താവെ എന്നെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ്
അങ്ങനെയായിരുന്നു ഈ പറഞ്ഞ എൻ്റെ സ്കൂൾ മൊത്തം. അപ്പം ഞാൻ ഈ ബൈബിളൊക്കെ ഈ തലോണയുടെ കീഴെ വെച്ച് പിറ്റേ ദിവസം പറഞ്ഞ മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് കർത്താവേ, ഞാൻ ഈ ദൈവമാണല്ലോ, ദൈവത്തായിട്ട് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ഉറങ്ങാൻ നേരത്ത്, കർത്താവ് ഈ ബുക്കിനകത്തുള്ള നോളജ് മൊത്തം എൻ്റെ തലയിലേക്ക് കയറട്ടെ. ഞാൻ അങ്ങനത്തെ, നമ്മുടെ ദൈവമാണല്ലോ, ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ. പക്ഷേ യേശു പഠിക്കുന്ന പിള്ളേരോട് ഞാൻ പറയാം കേട്ടോ, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവേ, ഇപ്പം മാത്സാ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അപ്പം നിങ്ങൾ കാണുന്നവർക്ക് ഈ പറയുന്ന പിള്ളേർക്ക് ഏത് സബ്ജക്റ്റ് ആണോ, ഞാൻ പറയട്ടെ, ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഉണ്ടാക്കിയത് എൻ്റെ യേശുവാണ്. ഈ സബ്ജക്റ്റ് കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകത്തിനകത്തൊന്നാണ് പഠിക്കുന്നത്. ആ മനുഷ്യന് കൊടുത്ത ബുദ്ധി എൻ്റെ ദൈവത്തിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ദൈവത്തിനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുത്തി പഠിക്കുക. ആ ഒരു പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആള് ദൈവം തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, അങ്ങനെ അമ്മ വിശ്വാസത്തിൽ എന്നോട് പറയാൻ തുടങ്ങി. അങ്ങനെ എന്നെ കൊണ്ടുപോയി. ഞാൻ ആ വേർഡ് ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. എന്നിട്ട് ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. കർത്താവിനെ എന്നെ ടച്ച് ചെയ്തൊരു കാര്യമുണ്ട്. വെൻ യു ബിലീവ് ഹിം, ഹി വിൽ ബി വിത്ത് യു ആസ് എ ഫ്രണ്ട്. എനിക്ക് അപ്പോൾ വേണ്ടതും ഫ്രണ്ട്സിനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ വേർഡ് എന്നെ ടച്ച് ചെയ്തത്. എനിക്ക് ഫ്രണ്ട്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫ്രണ്ട്സിനോട് നമുക്ക് പേരൻസിനോട് പറയാത്തത് പലതും ഫ്രണ്ട്സിനോട് പറയാം, നമ്മുടെ ടീച്ചേഴ്സിനോട് പറയാത്തത് പറയാം, അല്ലെങ്കിൽ നമ്മളെ സ്കോൾഡ് ചെയ്യും. ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ നമ്മളെ വഴക്ക് പറയും, നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തും, അങ്ങനെ ചെയ്യും. പക്ഷേ ഫ്രണ്ട്സിനോട് പലതും പറയാം. യെസ്. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടത്, ജീസസ് ഒരു ഫ്രണ്ടായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കും, ഇങ്ങനെ കേട്ടു. അപ്പം എനിക്ക് ജീസസിനെ അറിയാം, കേട്ടിട്ടുണ്ട്, എന്നാൽ പോലും ഒരു ഇന്റിമേറ്റ് റിലേഷൻ ഇല്ലായിരുന്നു. യേശുവിനെ ഒരു ദൈവം പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫൗണ്ടർ ആണ്, അതെ, റെപ്രസെന്റേറ്റീവ് ആണ്. അതെ, ജീസസ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ. അതുവരെ ജീസസ് ഒരു ഫ്രണ്ട് ആണെന്ന ഒരു പദം അറിയത്തില്ലായിരുന്നു. കർത്താവ് ഫ്രണ്ട് ആണെന്നോ, ഈവൻ അത് എനിക്ക് ജീസസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, റിലീജിയസ് റെപ്രസെൻറ്റേറ്റീവ്. അതുകൊണ്ട് ഐ ജസ്റ്റ് ഹെയ്റ്റ് ദാറ്റ്. എനിക്കത് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നു, അത് ഇങ്ങനെ കേട്ടു. ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നീട് ഞാനൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൈ വെക്കാനൊക്കെ പറഞ്ഞു, ഞാൻ കൈ വെക്കൊന്നുമില്ല. പുതിയതായിട്ട് വന്നവർ എണ്ണിക്കാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പം എല്ലാവരും എന്നെ നോക്കും, എല്ലാവരും നമ്മളെ നോക്കും. അപ്പം അറിയാവുന്നവർ വല്ലതും ഉണ്ടെങ്കിൽ പെട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലും എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. അവിടെ പോയി വന്നു, പിന്നെയും ഡിപ്രഷനാണ്. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ ഞാൻ മടുത്തു, എല്ലാം കൊണ്ടും മടുത്തു. പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചുകൊണ്ടിരുന്ന ആൾ പഠിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഫീലിംഗ് ഈസ് വെരി ബാഡ്. അത് നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. പഠിച്ചുകൊണ്ടിരുന്ന ആൾ പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പുസ്തകം എടുത്താൽ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു രാത്രിയിൽ ഞാൻ ഇത് മനസ്സിലിങ്ങനെ ഞാനത് ഓർത്തു, ജീസസ് ഈസ് എ ഫ്രണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഫ്രണ്ടിനെയാണ്. ഇങ്ങനെയാണല്ലോ അവർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ വഴക്ക് പറഞ്ഞു, എനിക്ക് ദേഷ്യപ്പെട്ടു ഞാൻ ദൈവത്തോട്. ഞാൻ പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്, എന്നെക്കൊണ്ട് എന്നെ ഇങ്ങനെ പറ്റാത്തേ, ഞാൻ എന്തോ തെറ്റാ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ കിടന്നുറങ്ങി. പഠിക്കാനായിട്ട് പുസ്തകം എടുത്ത് വെച്ചു, പറ്റുന്നില്ല, ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസങ്ങളിലൊക്കെ ആസ് യൂഷ്വൽ സ്കൂളിൽ പോകാൻ തുടങ്ങി. എല്ലാവരോടും ആദ്യം വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും എന്നാലും ഓരോരുത്തരെയും കാണുമ്പോൾ എന്നാലും അവൻ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ കാണുന്നവരെല്ലാവരും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ, അവരെന്നെ ഈ കണ്ണോടാണ് നോക്കുന്നത്. അവരെന്നെ നോക്കുന്ന മൊത്തം ഞാൻ പഠിക്കാത്തവനാണ്, അല്ലെങ്കിൽ എനിക്ക് TC കിട്ടാൻ പോവാ എന്നുള്ള നമ്മളെ ഒരു ഉഴപ്പനായിട്ടാണ്. അതെ, എല്ലാവരും കാണുന്നതെന്നാണെന്ന് എൻ്റെ വിചാരം. അപ്പോൾ ടീച്ചേഴ്സിന് വലിയ ഒരു ചേഞ്ച് ഫീൽ ചെയ്തു. ഇവൻ ആരോടും സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ, ഇവന് പഴയ പോലെ അലമ്പുന്നില്ലല്ലോ. ഇപ്പം മിണ്ടാട്ടം ഇല്ല ആൾക്ക്. ബാക്കിയുള്ളവരെ ഇങ്ങനെ പറഞ്ഞു വന്നാൽ പോലും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് അവരോടൊന്നും ഇൻറ്റിമേറ്റ് ആകാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്കൊരു അനുഭവപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മാത്സ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനും ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. അതെ, സമ്മ് ചെയ്ത് തീർക്കുന്നത്. അത് ഞാൻ ചെയ്യത്തില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് ടീച്ചറിന് മുന്നോട്ട് പോകണമല്ലോ. ടീച്ചറിന് മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് ടീച്ചർ ബോർഡേ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഇരുന്ന് ഇങ്ങനെ നോക്കി എഴുതിട്ട് കംപ്ലീറ്റഡ് എന്നുള്ളത് അറിയത്തൊന്നുമില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഫെൽറ്റ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ മാത്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും, മാത്സിലായിരുന്നല്ലോ എനിക്ക് ടഫ്. മാത്സ് എൻ്റെ ശത്രുവായിരുന്നു. ഐ ജസ്റ്റ് ഹെയ്റ്റ് മാത്സ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ മാത്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എവിടുന്ന് ഒരു വോയിസ് കേൾക്കായിരുന്നു.
ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ആരാ എന്നോട് പറയുന്നതെന്ന്. അപ്പം എനിക്ക് ആക്ച്വലി ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു വോയിസ് കേൾക്കായിരുന്നു, എന്തുവാ ഈ മാത്സ് ഇങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്താൽ കിട്ടുമല്ലോ, ഇതിങ്ങനെ ചെയ്താൽ കിട്ടുമല്ലോ, ഇത് അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് നെഗറ്റീവ് സൈൻ മാറ്റിയാൽ കിട്ടുമല്ലോ, ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ സ്പീഡ് ഗ്രാജുവലി കൂടാൻ തുടങ്ങി, ചെയ്യുന്ന സ്പീഡ് കൂടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഏറ്റവും നന്നായിട്ടൊന്നും ചെയ്തില്ല, പക്ഷേ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തു, ചെയ്യാൻ പറ്റും. ഈ ഒരു ഇത് നടക്കുന്നത് നമ്മുടെ ആദ്യം മീറ്റിങ്ങിന് വന്നു. അതെ, മീറ്റിങ്ങിന് വന്നു. ഞാൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാനിത് മറന്നിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ മാത്സ് ചെയ്യാൻ നേരം ആരോ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കുക, എവിടെ ആരായി സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരുന്നതാണോ എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ മാത്സ് എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. പിന്നെ എന്തോ എൻ്റെ ബ്രെയിനിൽ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ച് ഫീൽ ചെയ്തു. എനിക്ക് പറ്റുന്നുണ്ട്, വായിച്ച ഉടനെ മനസ്സിലാക്കാൻ പറ്റുക. എനിക്ക് അതിനേക്കാളിലൊക്കെ സംബഡി ഈസ് ദേർ ഫോർ മീ. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്. നമുക്ക് ഇപ്പം ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ നമുക്ക് കാണുന്നില്ലേ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അപ്പം അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. സംബഡി ഈസ് ദേർ ഫോർ മീ, സംബഡി ഈസ് ദേർ ടു കെയർ മീ. അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനോട് ഇച്ചിരി ഇഷ്ടമായി. അപ്പോൾ ഇഷ്ടമായപ്പോഴത്തേക്കും പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു, ഞാനിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ഞാൻ മീറ്റിങ്സിന് പോകാൻ തുടങ്ങി. അത്ര വലിയതായിട്ടൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു, എന്നാലും അമ്മയുടെ കൂടെ മീറ്റിങ്സിന് പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കർത്താവിനെ കൂടുതൽ അറിയാൻ തുടങ്ങി. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതലുള്ള എനിക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസത്തിൽ തന്നെയായിരുന്നു. 6th 7th ഒക്കെ അങ്ങനെ പോയി ഞാൻ ചെയ്യാൻ തുടങ്ങി. എല്ലാം ഇച്ചിരൂടെ ആവറേജ് രീതിയിലൊക്കെ വരാൻ തുടങ്ങി. ബിലോ ആവറേജ് ആയിരുന്നു, ഭയങ്കര ഉഴപ്പനായിരുന്നു. ആ രീതിയിലൊക്കെ വരാൻ തുടങ്ങി. ഞാൻ പാസ്സാകാൻ തുടങ്ങി. എനിക്ക് ചെയ്യാൻ പറ്റാത്തൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മാർക്സൊക്കെ ഇങ്ങനെ പെയ്യെ കൂടാൻ തുടങ്ങി. ഓരോ ക്ലാസ്സിൽ വൈസ് എനിക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യണം. അങ്ങനെ ഞാൻ 10th വന്നു. SSLC എക്സാം ഉണ്ട്. SSLC ഞാൻ പറഞ്ഞില്ല, എനിക്ക് കേരളമായിരുന്നു, കേരള സിലബസ് ആയിരുന്നു. SSLC എക്സാം ഇറ്റ് വാസ് സോ ടഫ്. അങ്ങനെയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു SSLC എക്സാമിനെ പറ്റി. പക്ഷേ ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത ഒരു കാര്യം പറയാം. ഈ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ഒരാളുടെ വോയിസ് ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആൾ തന്നെ ബാക്കിയും പറഞ്ഞു തരട്ടെ. അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഞാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു, ഇരിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നു. കുറേ നാളായിട്ട് പഠിച്ചിട്ട് നേരത്തെ പഠിച്ചിട്ട് പറ്റാത്തത് ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നു. അത് അങ്ങനെ ഉള്ള ഒരു അവസ്ഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അപ്പം എൻ്റെ SSLC എക്സാം ആയി. There is someone there with you always, who will never leave you, who is never too busy for you. അങ്ങനെ ഒരാളെ അഭിജിത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. നമ്മളെ ആശ്രയിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ. അപ്പം ഇങ്ങനെ ചെന്നു. അപ്പോൾ SSLC എക്സാം ആയി, ടൈം ടേബിൾ വന്നു. അങ്ങനെ ഇരുന്ന് പഠിച്ചു, കർത്താവിനോട് ഇരുന്ന് പഠിച്ചു. ഞാനത് കഴിഞ്ഞ് SSLC എക്സാം ഹോളിൽ കയറി ചെയ്തു. അപ്പം അപ്പോഴും എനിക്ക് മാത്സിനോട് പേടിയുണ്ടായിരുന്നു. കർത്താവെ ഞാൻ എന്തോ ചെയ്യും മാത്സിന്. അപ്പം ഞാനിങ്ങനെ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വോയിസ് ഞാൻ പിന്നെയും കേൾക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള വോയിസ് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എക്സാം ഹോളിൽ. അപ്പം ചിലത് എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ വിട്ടു. ആദ്യമേ ക്വസ്റ്റ്യൻസ് വിട്ടിട്ട് ഞാൻ ബാക്കിയെല്ലാം ചെയ്തിട്ട് അവസാനം അതിലേക്ക് വന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് ആ വോയിസ് കേൾക്കാം. ഇതങ്ങനെ കൊണ്ടുപോയല്ലോ, ഒരു ലോജിക്കലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഇത് അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കിട്ടുമല്ലോ, എക്സാമിന് ഇരിക്കുമ്പം ചെവിയിൽ പറഞ്ഞു തരുക, എനിക്ക് ആ വോയിസ് കേൾക്കുക. എന്നിട്ട് എന്തുവാ അങ്ങനെ ഞാൻ എക്സാം എഴുതി. അവസാനം റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചാണ് റിസൾട്ട് പോയി നോക്കിയത്. ഓൺലൈൻ റിസൾട്ട് ഞാൻ പേടിച്ചാണ് പോയി നോക്കിയത്. മാത്സ് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ബാക്കി സബ്ജക്ട്സ് എനിക്ക് എങ്ങനെയൊക്കെ അറിയാം, പക്ഷേ മാത്സ് ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 93% മാർക്ക്. എനിക്ക് 6 A+ഉം 4 Aയും എല്ലാത്തിനും. മാത്സിന് എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെയുള്ളൊരു ഇതിലായിരുന്നു. എനിക്ക് ഒട്ടും പറ്റില്ല. ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. അപ്പം അതല്ലേ ഞാൻ കർത്താവിന് ഇത്ര ഇതായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നീട് എൻ്റെ അങ്ങനെയുള്ള നടന്ന അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം വന്നൊരു കാര്യം എന്താണെന്നറിയാം. അവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസിനെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിലെൻ്റെ പ്രിൻസിപ്പൾ പോഡിയത്തെ കയറി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ പഠിപ്പിച്ചത് ഞാൻ അഭിമാനിക്കുന്നു. ആ ആൾ തന്നെ എന്നോട് പറഞ്ഞത് ടീസ് തരാനല്ലാതെ എൻ്റെ വേറെ ഒന്നും ഇല്ലയെന്ന്. ഓക്കെ, അപ്പോൾ ആ ആൾ തന്നെ പോഡിയത്തെ കയറി എന്നിട്ട് പറയാം, അഭിജിത്ത് പ്ലീസ് കം ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഐ എം പ്രൗഡ് ടു ബി ഹിസ് ടീച്ചർ
എന്ന് പറഞ്ഞു. എന്നെ ഇവനെ പഠിപ്പിച്ചത് ഞാൻ അഭിമാനിക്കാന്ന് പറഞ്ഞു. ദാറ്റ് മൊമെന്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അവിടെ എൻ്റെ കണ്ണ് നിറഞ്ഞു, ഇവിടെ എൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷെ ഡിഫറൻസ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിരുന്നു. അതെ. അപ്പം എങ്ങനെ ഇരുന്നു, അവാർഡ് തന്നപ്പം വിളിച്ചപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞൊരു മൊമെന്റ് കൊടുത്ത് വിടുമായിരുന്നു. പക്ഷെ എൻ്റെ പേര് വിളിച്ചു ചെന്നു. എനിക്ക് 3 അവാർഡ്സ് ഒരു ടൈമിൽ കിട്ടിയത്. 3 അവാർഡ്സ്: ബെസ്റ്റ് സ്റ്റുഡൻറ്, ബെസ്റ്റ് ഓൾറൗണ്ടർ, ബെസ്റ്റ് ഗോഡ് ഫിയറിംഗ്. 3 അവാർഡ്സ് ആണ് ഒറ്റ ടൈമിൽ എനിക്ക് കിട്ടിയത്. ഈ അവാർഡ്സിനെക്കാട്ടിലും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമായത് അതേ പ്രിൻസിപ്പിൾ തന്നെ. ആദ്യത്തെ കണ്ണുനീർ ഈ പറയുന്ന സങ്കടത്തിന്റെ ആയിരുന്നെങ്കിൽ അതേ വേദിയിൽ അതേ ആള് അവാർഡ് തന്ന് പിന്നെ സന്തോഷത്തിന്റെ you were crying in awe to Jesus. Yes, Jesus is such a great friend. നമ്മളെ എവിടെ നിന്നിച്ചോ അവിടെ തന്നെ കർത്താവ് മാനിക്കും. You know why Jesus wants you to be blessed? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന നിങ്ങളെക്കാളും കൂടുതൽ കർത്താവിന് ആവശ്യം എന്ന് പറഞ്ഞാൽ, എബ്രഹാം എന്ന് പറയുന്ന ഒരാളെ എടുത്ത് വീട്ടിന് പുറത്തേക്ക് വിളിച്ച് പുള്ളിയാണെങ്കിൽ കർത്താവ് ആടും മാടും പൊന്നും എല്ലാം കൊണ്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് യേശുവിന് പറയുന്ന ഇഷ്ടം, ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്. കർത്താവ് അങ്ങനെയാ ചെയ്യുന്നത്. കർത്താവിനാണ് he wants to show the world that he is a God who blesses. He is a God that who loves you unconditionally. He is not looking for who you are right now. He's looking at you from a perspective whom you are going to become in the future. And he has a great plan for each and every one of you watching over. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ വേണ്ടി കർത്താവിന് വലിയൊരു പ്ലാനാണ് ഉള്ളത്. You know, and Jesus can be your fuel to reach your destiny, your passion. +1 +2 അങ്ങനെ കഴിഞ്ഞു. അവിടെയും എനിക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നു +2 എക്സാമിനേഷന്. ഇപ്പം ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഇയർ കയറി ഉടനെ തന്നെ എൻ്റെ പ്രിൻസിപ്പൾ എന്നെ ഓഫീസിലോട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ബാക്കിയുള്ള ടീച്ചേഴ്സിനോട് പറയാം, ഇവനൊരു എബിലിറ്റി ഉണ്ട് കേട്ടോ, ഇവനൊരു വലിയൊരു പൊട്ടൻഷ്യലുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇവനെ എല്ലാത്തിനും റെപ്രസെൻറ്റ് ചെയ്ത് വിടണമെന്ന്. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് എൻ്റെ പ്രിൻസിപ്പളിനെ അറിയത്തില്ല, എന്നെപ്പറ്റി അറിയത്തില്ല, എൻ്റെ ബയോഡാറ്റ കൂടുതൽ അറിയത്തില്ല, എൻ്റെ കാര്യങ്ങളൊന്നും പാസ്റ്റൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് അത്ഭുതമായി. ഞാൻ പറഞ്ഞു, കർത്താവ് ഇറ്റ്സ് വർക്കിംഗ്. പിന്നെ അവിടെ ഞങ്ങൾക്ക് യു എന്നിൻ്റെ ഒരു ചാപ്റ്റർ ഓപ്പൺ ചെയ്തു. ഞങ്ങളുടെ കോളേജിനാണ് ആദ്യത്തെ ഇത് കിട്ടിയത്. അക്കാഡമിക് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പം അവിടെ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റി. കർത്താവ് അങ്ങനെ അനുഗ്രഹത്തിന് പുറത്ത് ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ അഭിജിത്തെ ചോദിക്കട്ടെ, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട്, നമ്മുടെ കാണുന്ന ആര് വേണേലും ആയിക്കോട്ടെ, അവരോട് ഒരു മെസ്സേജ് 1 മിനിറ്റിനകത്ത് ഒന്ന് പറയാമോ? കർത്താവ് വന്നു കഴിഞ്ഞുള്ള ചേഞ്ചിന്റെ കാര്യം. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നമ്മളെ കർത്താവിന് ഒരു റിലീജിയസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണാതെ നമ്മുടെ ഫ്രണ്ടായിട്ട് കണ്ടാൽ, ആസ് എ ഫ്രണ്ട് യു ക്യാൻ ഷെയർ എവ്രിതിങ് റിലേറ്റഡ് ടു യുവർ ലൈഫ്, റിലേറ്റഡ് ടു യുവർ പേരൻസ്, റിലേറ്റഡ് ടു യുവർ എനിത്തിങ് യു ക്യാൻ ഷെയർ വിത്ത് ഹിം. അങ്ങനെ ഷെയർ ചെയ്താൽ കർത്താവ് നിങ്ങളോട് ഈ ജസ്റ്റ് വാണ്ട് യുവർ ലവ്. ഹാർട്ടിൽ വന്ന ആ ലവ് മതി. കർത്താവ് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കർത്താവ് നമ്മുടെ ഒന്നിനെ നോക്കത്തില്ല. അത് നമ്മളെ കുറ്റം വിധിക്കത്തില്ല, സ്കോൾഡ് ചെയ്യത്തില്ല. നമുക്കൊരു തെറ്റ് പറ്റിയ പോട്ടെ എന്ന് പറഞ്ഞ് ഇത് വരും. അത് എല്ലാത്തിലും നിങ്ങൾ ബെറ്റർ ആവും, നിങ്ങളെ ട്രയംഫാകും. നിങ്ങൾക്ക് ആ ഒരു ട്രയംഫൻ്റ് ആകാൻ വേണ്ടി തന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, ജയാളിയാകാൻ വേണ്ടി. എല്ലാത്തിലും നിങ്ങളുടെ എബിലിറ്റിയേക്കാൾ ഉപരിയായിട്ട് കർത്താവല്ലേ എല്ലാം സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവ് തന്നെ, ആ ക്രിയേറ്റർ തന്നെ ഇറങ്ങി നിന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. Jesus is your answer. Jesus will make you the best wherever you go. If you just invite him into your life and give the control of your life to him, your life is going to change. I can assure you that. എൻ്റെ സാക്ഷ്യം തന്നെ നോക്കി, എനിക്കാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറയാനോ 2-3 പേരുടെ മുന്നിൽ ഒന്നും നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാനോ I was very afraid. But when Jesus came into me, when I started loving Jesus, having that intimate relationship with Jesus, ഞാൻ തന്നെ ചില സമയത്ത് ഇപ്പം എന്നെ കാണുമ്പോൾ ഞെട്ടി പോവാ. ഓരോ തവണ സ്റ്റേജിൽ കയറുമ്പം വർഷിപ്പ് ചെയ്യാനും കാര്യങ്ങൾക്ക് കയറുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ കർത്താവ് ഉള്ളതുകൊണ്ടാന്നുള്ള കാര്യം അറിയാം. അപ്പം he is there for you. Just consider him as your friend, and he is the best friend that you can have. He is never too busy for you. He is always there for you. He knows you inside out. നമ്മളെ അറിയാവുന്നതിനേക്കാളും കൂടുതൽ കർത്താവിന് നമ്മളെ അറിയാം. ആ യേശുവിനെ വേണമെങ്കിൽ
നമ്മളിപ്പോൾ ഇത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ടോക്ക് ടു ജീസസ് ആൻഡ് ഇൻവൈറ്റ് ഹിം. അപ്പോൾ ഇത്ര നേരം അഭിജിത്തിൻ്റെ സാക്ഷ്യം കേട്ടല്ലോ. ഈ ഒരു യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഇഫ് യു വോണ്ട് ടു ലീഡ് എ ലൈഫ് ഫുൾ ഓഫ് സക്സസ്, ഓഫ് വിക്ടറി, ലിവിങ് എവറി ഡേ ടു യുവർ ഫുള്ളസ്റ്റ്, നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ആ യേശുവിനോടൊന്ന് പറയാം, എൻ്റെ യേശുവെ, പരിശുദ്ധാത്മാവേ, എൻ്റെ കൂട്ടത്തിൽ. പരിശുദ്ധാത്മാവാണ് ഫോർ എ ഡേ ടു ഡേ കാര്യത്തിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്നിരിക്കുന്നത്. അത് നമ്മുടെ ഗുണം കൊണ്ടൊന്നും അല്ല വന്നത് കേട്ടോ. യേശു പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇഫ് യു വോണ്ട് ടു ഹാവ് ദാറ്റ് ലൈഫ് ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ഫുൾ ഓഫ് ഫൺ, ഫുൾ ഓഫ് സക്സസ് വെയർ എവർ യു ഗോ, എവറി ഏരിയ ഓഫ് യുവർ ലൈഫ്, നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫാദർ ഓഫ് മൈ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. Jesus, we have heard this wonderful testimony, O Lord, and we believe that you are real. Amen. And we know it from our heart that you are real. ഇപ്പോൾ ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ യേശുവേ. അവരുടെ കൂട്ടത്തിൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ, ഞങ്ങളെ കാണുമ്പോൾ യേശുവേ, ആ ഒരു മുറിയിൽ അവർ എവിടെയാണോ കാണുന്നത്, കർത്താവ്, നീ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങി നിൽക്കണം. അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് അറിയത്തില്ലായിരിക്കും, പക്ഷേ യു ആർ ദ വൺ ഹു നോസ് ദെയർ ഹാർട്ട്സ്. വാട്ട് എവർ ഇഷ്യൂ ദാറ്റ് ദേ ആർ ഫേസിങ്, ലെറ്റ് ഇറ്റ് be solved, and let any sickness they have in their body, let it be healed in the name of Jesus. Let them have a life full of triumph. അവരുടെ ജീവിതം എല്ലാ അറകളിലും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ചെയ്യുന്നതെല്ലാം സാധിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് പ്രാക്ടീസ് ബൈബിൾ പറയുന്നത്, ഓ ടേസ്റ്റ് ആൻഡ് സീ, സ്റ്റാർട്ട് യൂസിങ് ഹിം മോർ. നിങ്ങൾ ഇപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ദ മോർ ദേ യൂസ് ദെയർ മസിൽസ്, ദ ബിഗർ ദറ്റ് വിൽ ഗെറ്റ് എന്ന് പറയുന്ന പോലെയാണ്. ദ മോർ യു യൂസ് ജീസസ്, ദ ബെറ്റർ, ആൻഡ് യു വിൽ എക്സ്പീരിയൻസ് ഇറ്റ് മോർ ഇൻ യുവർ ലൈഫ്. ഇന്നത്തെ എപ്പിസോഡ് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത തവണ കാണും വരെയും കർത്താവ് ധാരാളമായി 2016 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശുവോടൊത്ത്.